महादेव शंभो रुद्र महादेव शंभो रुद्र महादेव शंकर देव വാക്കുകൾ തികയുന്നില്ല നിന്റെ നാമം വർണ്ണിക്കുവാൻ ചേർക്കുക നിൻ പദതാരിൽ മാമക ജന്മം കാളകൂട വിഷം പോലും പാനം ചെയ്ത മഹാദേവ കാത്തിടുക എന്നെ ദേവ ശങ്കരമൂർത്തേ ശംഭോ രുദ്ര മഹാദേവ ശംഭോ രുദ്ര മഹാദേവ ശംഭോ രുദ്ര മഹാദേവ ശങ്കരദേവ ദേവര്യ പൂജിതന ലോകരക്ഷ ചെയ്തിടുന്ന യമനെയും നിഗ്രഹിച്ച ഭക്തവത്സല യാദവ കുലപതിയ ഭഗവാന്റെ നാമം ചൊല്ല നാവിലെത്തു നിത്യം ദേവ ശങ്കരമൂർത്തേ ശംഭോ രുദ്ര മഹാദേവ ശംഭോ രുദ്ര മഹാദേവ ശംഭോ രുദ്ര മഹാദേവ ശങ്കരദേവ നല്ല പോലെ നാരായണ നാമം ചൊല്ല ശിവശംഭോ നല്ല വരം നൽകിയിടണം ഞങ്ങൾക്കു നിത്യം ധരണിയിൽ ജനങ്ങൾക്കു സൗഖ്യം പകർന്നിടുന്നോരു ധാരാപ്രിയനാകും ദേവ ശങ്കരമൂർത്തേ ശംഭോ രുദ്ര മഹാദേവ ശംഭോ രുദ്ര മഹാദേവ ശംഭോ രുദ്ര മഹാദേവ ശങ്കരദേവ മരണമണഞ്ഞിടുന്ന നേരത്തും നിന്നാമങ്ങളിൽ സ്മരണ നിറക്കേണമേ പാർവതികാന്ത കരുണയൊഴുകിടുന്ന തൃക്കണ്ണുമായി നിരന്തരം മമ മുന്നിലെത്തു ദേവ ശങ്കരമൂർത്തേ ശംഭോ രുദ്ര മഹാദേവ ശംഭോ രുദ്ര മഹാദേവ ശംഭോ രുദ്ര മഹാദേവ ശങ്കരദേവ ശംഭോ രുദ്ര മഹാദേവ ശംഭോ രുദ്ര മഹാദേവ ശംഭോ രുദ്ര മഹാദേവ ശങ്കരദേവ ഹര ഹര നമ പാർവതീപതയേ മഹാദേവ മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവ പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശം അനിശം ഹൃദി ഭാവയാമി. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധത്തിൽ ഭാഗവത സപ്താഹ രംഗങ്ങളിൽ ആദ്യമായി കേൾക്കുന്ന അല്ലെങ്കിൽ വിസ്തരിച്ചു പറയുന്ന വരാഹമൂർത്തിയുടെ അവതാര രംഗത്തിലേക്കാണ് നമ്മൾ ഇതായി നിൽക്കുന്നത്. അടുത്ത അധ്യായത്തിൽ ഭഗവാന്റെ വരാഹാവതാരം. ദ്വിതീയ സ്കന്ധത്തിന്റെ അവസാനത്തിൽ ശൗനകാദി ഋഷീശ്വരന്മാര് പറഞ്ഞു, എല്ലാം ഉപേക്ഷിച്ച് തീർത്ഥയാത്രയ്ക്ക് പോയ വിതുരമഹാശയൻ അവിടെ മൈത്രേയി മഹർഷിയുമായി പുത്ര കൗശാലവേസ്തസ്യ സംവാദോധ്യാത്മസംശ്രിത യദ്വാസ ഭഗവാൻ തസ്മൈ കൃഷ്ണസ്തത്വമുവാചഃ ബ്രൂഹി നസ്തദിദം സൗമ്യ വിദുരസ്യ വിചേഷ്ടിതം
ബന്ധുത്യാഗനിമിത്തം തഥൈവ ആഗതവാൻ പുനഃ. മൈത്രേയ മഹർഷിയെ കണ്ട് തിരിച്ച് ഹസ്തിനപുരിയിൽ എത്തിച്ചേർന്നു വിതുരമഹാശയൻ എന്നങ്ങ് പ്രഥമ സ്കന്ധത്തില് പറഞ്ഞു. അങ്ങനെയെങ്കിൽ മൈത്രേയ മഹർഷിയും വിതുരനും തമ്മിലുള്ള സംവാദ രൂപത്തിൽ ആ ഭാഗവതം കേട്ടാൽ നന്നായിരിക്കുമെന്ന് തോന്നുന്നു. കാരണം രണ്ടുപേരും മഹാഭാഗവതോത്തമന്മാരാണ്. ഭക്തന്മാർ തമ്മിലുള്ള സംഭാഷണം ഭക്തി നിർഭരമായിരിക്കും, ഭക്തി സാന്ദ്രമായിരിക്കും. അവർക്ക് മറ്റു കാര്യങ്ങളൊന്നും പറയാൻ താല്പര്യം ഉണ്ടാവില്ല. അങ്ങനെയെങ്കിൽ ആ രീതിയിൽ കേട്ടാൽ കൊള്ളാം എന്ന് പറഞ്ഞപ്പോ സൂതൻ പറഞ്ഞു, രാജ്ഞാ പരീക്ഷിതാ പൃഷ്ടോ യദവോചൻ മഹാമുനി തദ്ഗോഭിധാസ്യേ ശൃണുത രാജ്ഞ പ്രശ്നാനുസാരത. പരീക്ഷിത്തും ശ്രീശുബ്രഹ്മർഷിയുടെ അടുത്ത് ഇതേ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ ശ്രീശുബ്രഹ്മർഷി പറഞ്ഞതും ഈ രീതിയിൽ തന്നെയാണ്. അതുകൊണ്ട് തൃതീയ സ്കന്ധവും ചതുർത്ഥ സ്കന്ധവും നമുക്ക് കാണാൻ സാധിക്കുന്നു വിതുര മൈത്രേയ സംവാദ രൂപത്തിൽ. 3 ഭാഗവത നദികളുടെ സംഗമം ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഒന്ന് സൂത ശൗനക സംവാദ രൂപത്തിൽ ഭാഗവത നദി ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ വിതുര മൈത്രേയ സംവാദ രൂപത്തിൽ പരീക്ഷിത് ശ്രീശുക സംവാദ രൂപത്തിൽ ഈ 3 ഭാഗവത ഗംഗകളുടെയും സംഗമമായിട്ട് തൃതീയ ചതുർത്ഥ സ്കന്ധങ്ങളെ പറയാറ്. ഇവിടെ പറയുകയാണ് ഭഗവാന്റെ ദിവ്യമായ ആ ലീലകളെയാണ് ആദ്യം നമ്മൾ തൃതീയ സ്കന്ധത്തിൽ കേൾക്കുന്നത്. അത് ആര് തമ്മിലുള്ള സംഭാഷണമായിട്ടാണ്? വിതുരോദ്ധവ സംവാദം. ഭാഗവതം മുഴുവൻ ഇത്തരത്തിലാണ്, വിവിധങ്ങളായിട്ടുള്ള സംവാദങ്ങളാണ്, അല്ലെങ്കിൽ ചോദ്യോത്തരങ്ങളാണ്. ഒരു ചോദ്യം, ആ ചോദ്യത്തിന് വളരെ കൃത്യമായിട്ടുള്ള മറുപടി, അതിലൂടെ ഭാഗവതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. വിതുരൻ ബന്ധുക്കളെ ഉപേക്ഷിച്ച് മൈത്രേയ മഹർഷിയുടെ അടുത്തേക്ക് പോകാനുണ്ടായ കാരണം പറഞ്ഞുകൊണ്ടാണ് തൃതീയ സ്കന്ധം ആരംഭിക്കുന്നത്. എന്താ അതിന് കാരണം? ദുര്യോധനന്റെ ദുഷ്പ്രവർത്തികൾക്ക് കുടപിടിക്കുന്ന അല്ലെങ്കിൽ മൗനാനുവാദം നൽകുന്ന ധൃതരാഷ്ട്രരുടെ സ്വാർത്ഥത, അത് ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ജീവിതം നയിക്കുന്ന വിതുരമഹാശയനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും തൃപ്തിയായില്ല. പല രീതിയിൽ പാണ്ഡവന്മാരെ ദ്രോഹിച്ചു. അരക്കില്ലത്തിൽ വെച്ച് തീ കൊളുത്തി കൊല്ലാൻ നോക്കിയത്, ഭീമസേനന് വിഷം കൊടുത്തത്, കള്ളച്ചൂതിൽ തോൽപ്പിച്ച് എല്ലാം അപഹരിച്ചത്, പാഞ്ചാലിയുടെ വസ്ത്രം വലിച്ച് കീറാൻ നോക്കിയത് എന്ന് വേണ്ട ശ്രീകൃഷ്ണ ഭക്തനായി വിതുരനെ ഇതൊന്നും സഹിക്കാവുന്നതായിരുന്നില്ല. അങ്ങനെ ഭഗവാൻ പാണ്ഡവന്മാർക്ക് അർഹതപ്പെട്ട പാതിരാജ്യം വേണം, അല്ലെങ്കിൽ അത് നൽകൂ എന്ന അപേക്ഷയുമായി ദൂതനായി വന്നിട്ട് പോലും ആ ദൂതുമായി എത്തിയ ശ്രീകൃഷ്ണനെ പിടിച്ചു കെട്ടാനാണ് ദുര്യോധനൻ തീർച്ചപ്പെടുത്തിയത്, അല്ലെങ്കിൽ പ്രവർത്തിച്ചത്. സർവഹിതകാംക്ഷിയാണ് ഭഗവാൻ. എല്ലാവർക്കും നല്ലത് വരാൻ ഉദ്ദേശിച്ചുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, പാണ്ഡവന്മാർക്ക് പാതിരാജ്യം കൊടുക്കണം. കൂട്ടാക്കിയില്ല എങ്കിൽ അവർക്ക് 5 ഗ്രാമങ്ങളെങ്കിലും കൊടുക്കൂ. പറ്റില്ല പറഞ്ഞു. 5 ഭവനങ്ങൾ പറ്റില്ല. സൂചി കൊത്തുവതിന്നു പോലും അല്ലെ പാണ്ഡവർക്ക് കൊടുക്കില്ല എന്നാണ് അവിടെ ആ ദുര്യോധനന്റെ വാദം ഉണ്ടായത്. ഭഗവാനെ കെട്ടിയിടാൻ പുറപ്പെട്ട ദുര്യോധനൻ മോഹാലസ്യപ്പെട്ടു വീണു ഭഗവാന്റെ വിശ്വരൂപം കണ്ടിട്ട്. ധൃതരാഷ്ട്രർക്ക് എന്താ സംഭവിച്ചതെന്ന് പോലും മനസ്സിലായില്ല. വിതുരമഹാശയനെ വിളിച്ചു. ഇനി താൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോ വിതുരൻ പറഞ്ഞു, തീർച്ചയായും കേട്ട ദുര്യോധനനെ തള്ളേണ്ടി വന്നാൽ തള്ളുക തന്നെയാണ് വേണ്ടത്. ദുര്യോധനനെ ഉപേക്ഷിക്കേണ്ടി വന്നാലും ആ ഉപേക്ഷയ്ക്ക് ഒട്ടും തന്നെ ഉപേക്ഷ വരുത്തരുത്. ഉപേക്ഷിക്കാൻ ഒട്ടും ഉപേക്ഷ കാണിക്കരുത്. എന്താ കാരണം? ഈ ഒരൊറ്റ ആളെ കൊണ്ട് അങ്ങയുടെ കുലം തന്നെ നശിച്ചു പോകും. അത്രയും ദുഷ്ടനാണ്. ശരീരത്തിൽ ഹിരണ്യകശിപു പ്രഹ്ലാദനെ കുറിച്ച് പറയുന്നുണ്ട്. അത് അത്ര ശരിയല്ലെങ്കിൽ ഇവിടെ വളരെ കൃത്യമാണ്. ശരീരത്തിൽ ഏതെങ്കിലും ഒരു അവയവത്തിന് അസുഖം വന്നു കഴിഞ്ഞാൽ അതിനെ മുറിച്ചു കളഞ്ഞ ശേഷം സുഖം ജീവതി എന്നാണ്. ബാക്കിയുള്ള കാലം സുഖമായിട്ടിരിക്കണം. അല്ലെങ്കിൽ മാറാരോഗം വന്ന ഈ അംഗവുമായിട്ട്, അത് കയ്യിനോ കാലിനോ ഒക്കെ വന്നിട്ടുണ്ടാവും, അത് മുറിച്ചു കളഞ്ഞാൽ ജീവിക്കാൻ സാധിക്കുമെങ്കിൽ ഇവിടെ കൗരവംശത്തിന് വന്നിരിക്കുന്ന മാറാരോഗമാണ് ദുര്യോധനൻ. ദുര്യോധനന് വേണ്ടി ഏട്ടൻ കാണിക്കുന്ന ഈ മൗനം, ഈ മൗനാനുവാദം
അത് അവസാനം ദുര്യോധനന്റെ നാശത്തിനല്ല, മറിച്ച് ദുര്യോധനൻ അടക്കമുള്ള കുരുവംശത്തിന്റെ മുഴുവൻ നാശത്തിന് കാരണമാവും. ദുര്യോധനനെ ഇപ്പോൾ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ ഒരു മകനെ ഉപേക്ഷിച്ചു, അത്രേ വിഷമം പറ്റുള്ളൂ. പക്ഷേ 100 മക്കളും മരിക്കുന്നത് കാണേണ്ടി വരും ഏട്ടന്. ദുര്യോധനൻ കാരണം ഒരു വ്യക്തിയുടെ നാശമല്ല, കുടുംബത്തിന്റെ നാശമല്ല, രാജ്യനാശം തന്നെ വരും എന്ന് പറഞ്ഞപ്പോ ഇത് കേട്ടുകൊണ്ടാണ് ശകുനി, കർണൻ, ദുശാസനൻ എന്നിവരോടുകൂടി ദുര്യോധനൻ സഭാമധ്യത്തിലേക്ക് വരുന്നത്. പറഞ്ഞു, തിന്ന ചോറിന് നന്ദിയില്ലാത്ത കൂറ് അവിടെയും ചോറ് ഇവിടെയുമായിരിക്കുന്ന ഇവനെ പിടിച്ച് പുറത്താക്ക് എന്ന് അവിടെ പ്രഖ്യാപിക്കുന്നു. ഇത് കേട്ടപ്പോ വിതുരമഹാശയൻ, സത്യത്തിൽ പിതാവിനെ പോലെ ബഹുമാനിക്കേണ്ട ആളാണ് വിതുരൻ, ചെറിയച്ഛനാണ്. പിതാവിനെ തന്നെ ബഹുമാനമില്ല, അപ്പൊ പിന്നെ ചെറിയച്ഛനെ ബഹുമാനം ഉണ്ടാകും. ദുര്യോധനൻ പറഞ്ഞു, ഇവരെ പിടിച്ചു പുറത്താക്കണം എന്ന് പറഞ്ഞപ്പോ ദുര്യോധനന്റെ വാക്ക് കേട്ടപ്പോ വിതുരമഹാശയൻ ഒന്ന് ചിരിച്ചു. എന്താ ചിരിയുടെ അർത്ഥം? ഞാൻ പോവാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്, എനിക്ക് ഈ ഭരണത്തിൽ ലവലേശം താല്പര്യമില്ലാതെ കുറെ കാലമായി, ഭഗവത് ഭജനത്തിനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനൊരു വഴിയായി ഒഴുകുന്ന തോണിക്കൊരു ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ അത് വേഗത്തിൽ പോകാൻ സാധ്യമാക്കി. ദുര്യോധന, നന്നായി നീ പറഞ്ഞത്, നീ പറഞ്ഞിട്ട് പോവുകയാണെന്നുള്ളൊരു തോന്നലെങ്കിലും എനിക്കുണ്ടാവുമല്ലോ, നന്നായി എന്ന് പറഞ്ഞ് ഏട്ടന്റെ മുമ്പിൽ തൻ്റെ രാജകീയമായ അടയാളം, ആ അമ്പും വില്ലും മുമ്പിൽ അവിടെ കൊണ്ടുവച്ച് അവിടുന്ന് തിരിഞ്ഞു നോക്കാതെ അവിടെ ഇറങ്ങിപ്പോയി എന്നാണ്. കൗരവ വംശത്തിൽ എന്തെങ്കിലും ഒരു പുണ്യം ബാക്കി നിന്നിരുന്നെങ്കിൽ അതുകൂടി നഷ്ടപ്പെട്ടു വിതുരന്റെ ഈ യാത്രയോടുകൂടി എന്നാണ്. പുണ്യതീർത്ഥങ്ങളിൽ സ്നാനം ചെയ്ത്, പുണ്യക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി, സജ്ജനങ്ങളെ കണ്ട് അവരുമായി ഭക്തിനിർഭരമായ സംവാദങ്ങളിൽ ഏർപ്പെട്ട് കീർത്തനങ്ങൾ പാടി നാമം ജപിച്ച് അങ്ങനെ കഴിഞ്ഞു വിതുരമഹാശയൻ. എന്തൊരാനന്ദം! യാതൊരു തരത്തിലുള്ള സമ്മർദ്ദങ്ങളുമില്ല, ഭരണത്തിന്റെ സമ്മർദ്ദമില്ലാതെയായി, ആരെയും നോക്കണ്ട, ഏകാന്തനായി അദ്ദേഹം ഇങ്ങനെ സഞ്ചരിച്ചു. അങ്ങനെ സഞ്ചരിക്കുമ്പോൾ യമുനാ നദിയുടെ തീരത്ത്, കാളിന്ദിയുടെ തീരത്തേക്ക് അദ്ദേഹം എത്തി. കാളിന്ദിയുടെ അല്ലെങ്കിൽ വൃന്ദാവനത്തിന്റെ പ്രത്യേകത എന്താ? വൃന്ദാവനം ഭക്തി നൃത്യതി എന്നാണ്. ഭക്തിദേവി നൃത്തം വെക്കുന്ന ഇടമാണ് അവിടെ. ഭഗവാൻ എത്ര ലീലാഹരേരഭൂ, ഭഗവാന്റെ ലീലകൾ, ആ ഹരിയുടെ ലീലകൾ എത്ര തരത്തിലാണ് അവിടെ ആടപ്പെട്ടത്, അതൊക്കെ ഓർത്തും കൊണ്ട് ഭക്തി കൊണ്ട് വിവശനായ വിതുരൻ ആ സമയത്ത് അങ്ങ് അകലേ നിന്നൊരു നാമസങ്കീർത്തനം കേൾക്കുന്നു. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ, ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ, ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ, ഹേ നാഥ നാരായണ വാസുദേവ. തത്രോദ്ധവം ഭാഗവതം ദദർശ. ഭാഗവത ശ്രേഷ്ഠനായിരിക്കുന്ന ഭഗവാന്റെ പ്രിയ ഭക്തനും ഭഗവാന്റെ മന്ത്രിയും ഭഗവാന്റെ കൂട്ടുകാരനുമൊക്കെയായ ഉദ്ധവനാണ് നടന്നു വരുന്നത് എന്ന് മനസ്സിലായി. അപ്പൊ നോക്കുമ്പോഴോ ഭഗവാന്റെ പാദുകങ്ങൾ ശിരസിലായി വെച്ചു കൊണ്ടും കണ്ണുകളിൽ കണ്ണുനീരു തൂകിക്കൊണ്ടുമാ ഉദ്ധവൻ നടന്നു വന്നു. ഉദ്ധവൻ നല്ല നടന്നു വരുന്നുണ്ട്. ഭഗവാന്റെ കീർത്തനങ്ങളും ഭഗവാന്റെ നാമസങ്കീർത്തനങ്ങളും ഒക്കെ ആയി ഭഗവാന്റെ പാദുകങ്ങൾ ശിരസിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഞാൻ നടന്നു വരുന്നു. ഗദ്ഗതം കൊണ്ടൊന്നും പറയാൻ സാധിക്കുന്നില്ല. ഉദ്ധവന്റെ മുഖഭാവത്തിൽ നിന്ന് തന്നെ ഏകദേശം എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിലാക്കി വിതുരമഹാശയൻ. ഭഗവാന്റെ സ്വധാമഗമനം അത് കഴിഞ്ഞു എന്ന് തന്നെ വിതുരമഹാശയൻ തീർച്ചപ്പെടുത്തി. ചോദിച്ചു, ഭഗവാൻ സുഖല്ലേ എന്ന് ചോദിച്ചപ്പോ കൃഷ്ണദ്യുമണി നിംലോചേ, ഉദ്ധവൻ പറയാൻ തുടങ്ങി, ശ്രീകൃഷ്ണനാകുന്ന ആദിത്യൻ അസ്തമിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ ശ്രീകൃഷ്ണന്റെ കപട മാനുഷവേഷം ഭഗവാൻ അഴിച്ചുവെച്ച് സ്വധാമത്തിലേക്ക്, വൈകുണ്ഠത്തിലേക്ക് ഭഗവാൻ പോയിരിക്കുന്നു.
ഇത്രയും കാലം 125 വർഷക്കാലം ലോകത്തിന് ആശയും ആവേശവും ആശ്വാസവുമായിരുന്ന ഭഗവാൻ തൻ്റെ പത്മനേത്രേന്യമീലയിൽ തൻ്റെ താമരക്കണ്ണുകളെ അടച്ചുപോയി. സത്യത്തിൽ പറയുകയാണ്, ഈ ലോകം ഭാഗ്യഹീനമാണ്. വിദ്രമഹാശയാണ് ഉദ്ധവൻ പറയുക. കാരണം സത്യത്തിൽ ഈ യാദവന്മാരുടെ കാര്യം സച്ചിദാനന്ദ സ്വരൂപിയായ ഭഗവാനെ അവർക്ക് വേണ്ട പോലെ മനസ്സിലാക്കാൻ സാധിച്ചില്ല. ഭഗവാന്റെ മായയിൽ മോഹിച്ച് അവര് ബ്രാഹ്മണ ശാപം കൊണ്ട് തകർന്ന് വാരുണി മധുരാംബിത്വ വാരുണി മദ്യം സേവിച്ച് പരസ്പരം തല്ലുകൂടി എന്തിന് രാമനും കൃഷ്ണനും നേരെ വരെ ആയുധമെടുത്തു. അവര് ആ സച്ചിദാനന്ദ രൂപത്തെ പുണ്യലേശമില്ലാത്തവർക്ക് കൂടി ഭഗവാൻ കാണിച്ചു കൊടുത്തു. രാജസൂയ യാഗവേദിയിൽ ഭഗവാന് നേരെ ആക്ഷേപ ശരങ്ങളെയ്ത ശിശുപാലന് മോക്ഷം കൊടുത്തു. ഭഗവാൻ സ്വധാമത്തിലേക്ക് പോകുന്ന ആ അവസാന നിമിഷങ്ങളിൽ സരസ്വതി നദിയുടെ തീരത്ത് തന്റെ കാലിലേക്ക് അമ്പയച്ച ആ ജരാ എന്ന കാട്ടാളന് പോലും, ജരാ എന്ന കാട്ടാളൻ ശരമെയ്തപ്പോ ജരയ്ക്കും വരം നൽകിയ കാരുണ്യസ്വരൂപനാണ് ഭഗവാൻ. അത്രയും അപ്പൊ നോക്കൂ, കൈവല്യത്തിൽ കൂടി കിട്ടാത്ത പരമാനന്ദം രാസലീലയിലൂടെ ഗോപികമാർക്ക് പകർന്നു കൊടുത്തില്ലേ ഭഗവാൻ. കൽത്തുറുങ്കിനകത്തമ്മ കണികണ്ട ദിനം മുതൽ ബാലലീല മുതൽ രാസലീല വരെയുള്ള രംഗങ്ങളെ ഉദ്ധവൻ അവിടെ ഇങ്ങനെ അനുസ്മരിച്ചു. വിദ്രമഹാശയെ കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് അതിനെ കേട്ടു. മധുര മനോഹരമായ ശബ്ദത്തിൽ അതിൻ്റെ എല്ലാ ഭാവ തീവ്രതയും ഉൾക്കൊണ്ടുകൊണ്ട് ഭക്തി നിർഭരമായി ഉദ്ധവന്റെ വാക്ക് അവിടെ കേട്ടു. അത് പറഞ്ഞു, വിതുര അവിടുന്ന് രാസലീലയൊക്കെ ആടി ഏട്ടനോടുകൂടി മധുരയിലേക്ക് പോയത്. അപ്പൊ അമ്പാടിയിലെ ലീലകളും വൃന്ദാവന ലീലകളും മാത്രമല്ല, മധുരാലീലകളുണ്ട്. കംസനെയും ചാണൂര മുഷ്ടികന്മാരെയും 1000 ആനയുടെ ശക്തിയുള്ള കുവലയാപീഠത്തെയും ഒക്കെ നിഗ്രഹിച്ചത്, ഒരു കോരിപ്പെണ്ണിനെ സുന്ദരിയാക്കി ലോകത്തെ മുഴുവൻ ആ തൻ്റെ മായാപ്രഭാവം കാണിച്ചു കൊടുത്തത്, ശാന്തിഗിരി മഹർഷിയുടെ ആശ്രമത്തിൽ 64 ദിവസം കൊണ്ട് 64 വിദ്യകളും സ്വായത്തമാക്കി മരിച്ചുപോയ ഗുരുപുത്രനെ തിരിച്ചു കൊണ്ടുവന്ന് പഞ്ചജനൻ എന്ന അസുരന്റെ ശരീരത്തെ പാഞ്ചജന്യമാക്കി തന്റെ ശംഖാക്കി നാദബ്രഹ്മമാക്കി കൊണ്ടുതന്ന നാരായണമൂർത്തി. ആലോചിച്ചു നോക്കൂ, ഗരുഡൻ അമൃതകലശം കൊണ്ടുവരുന്നത് പോലെ താക്ഷ്യപുത്ര സുധാമിവ രുക്മിണ്യാദി ദേവിമാരെ അപഹരിച്ചു കൊണ്ടുവന്നത്. 16,108 വിവാഹം കഴിച്ചത് ഓരോ പത്നിമാരിലും 10 പുത്രന്മാരുണ്ടായത്. എല്ലാ പത്നിമാരുടെ ഭവനങ്ങളിലും ഏകനായ അവിടുന്ന് പലതായി മിന്നി തിളങ്ങിയിട്ടുള്ള അത്ഭുത ലീലകൾ നോക്കൂ. നാരദ മഹർഷി പോലും അത്ഭുതപ്പെട്ടു എന്നാണ്. ഒരു പാണ്ഡവന്മാരുണ്ടായ വൈരം കൊണ്ട് കൗരവന്മാരെ മുഴുവൻ ഇല്ലാതെയാക്കി ഭൂമിയുടെ ഭാരത്തെ ഭഗവാൻ തുടച്ചു നീക്കിയത്. ദുര്യോധനൻ, ദുശാസനൻ തുടങ്ങിയവരെ രണഭൂമിയിൽ മരിച്ചു കിടക്കുന്നത് കണ്ടിട്ടും നിസ്സംഗരായ കാലസ്വരൂപി തൃപ്തനാവാതെ ബ്രാഹ്മണ ശാപം കൊണ്ട്, വിപ്രശാപം കൊണ്ട് തൻ്റെ കുലത്തെ കൂടി നശിപ്പിച്ചു. കാരണം എന്താ? ഈ ലോകത്തിലെല്ലാം നശിക്കുന്നതാണ് എന്ന ബോധ്യം ലോകത്തിനുണ്ടാവണം. നശിക്കാത്തതായിട്ട് ഭഗവാൻ മാത്രമേ ഉള്ളൂ, അച്യുതമായി ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്ന് കാണിക്കുകയാണ്. അങ്ങനെ ബ്രാഹ്മണ ശാപത്തിൽ നിന്ന് മോചനം നേടാൻ ഒരു ശാപവും കടക്കാത്ത ദ്വാരകയിൽ നിന്ന് അവരെ ബ്രാഹ്മണ ശാപത്തിൽ പെടുത്താൻ ഉദ്ദേശിച്ചുകൊണ്ട് പ്രഭാസതീർത്ഥത്തിലേക്ക് ഭഗവാൻ പറഞ്ഞയച്ചു. അവിടെ വെച്ചാണ് യാദവന്മാരെ മദ്യലഹരിയിൽ പരസ്പരം തല്ലുകൂടിയത്. സാമ്പരെ സ്ത്രീവേഷം കെട്ടിച്ചതിനെ തുടർന്നാണ് ശാപം ഉണ്ടായത്. അപ്പോ അതേക്കുറിച്ചുണ്ടായ ചർച്ച അങ്ങനെയാണല്ലോ. ഈ മദ്യപാന്മാർ തമ്മിൽ അടിപിടി ഉണ്ടാവണം. അങ്ങനെയാണ്, എന്തെങ്കിലും ഒന്ന് പറയും, അതിനെ ചൊല്ലി തർക്കാവും. സാമ്പനോട് പറഞ്ഞു, നീ ആ വേഷം കെട്ടിയത് കൊണ്ടല്ലേ ഇപ്പൊ ഈ പ്രശ്നമൊക്കെ ഉണ്ടായത്. സാമ്പൻ പറഞ്ഞു, ആരാ എന്നെ വേഷം കെട്ടിച്ചത്, അതുകൊണ്ടല്ലേ. വേഷം കെട്ടിച്ചു എന്ന് വിചാരിച്ച് അവിടെ പോയി ചോദിച്ചതാരാ. ഇങ്ങനെ പറഞ്ഞ് അവസാനം അവർ തല്ലുകൂടി ചതുപ്പഞ്ച അവശേഷിത 4-5 പേരെ ബാക്കി വന്നു. ബാക്കി എല്ലാവരും മരിച്ചു. അപ്പൊ നോക്കൂ, വിദ്രഭാഷയ എനിക്ക് ആ ഭഗവാൻ സ്വധാമത്തിലേക്ക് പോകുന്നതിന് മുമ്പേ ദ്വാരകയിൽ വെച്ച് ഏകാദശം ആത്മതത്വത്തെ ഭഗവാൻ പ്രകാശിപ്പിച്ചു. അതിനുശേഷം സരസ്വതി നദിയുടെ തീരത്ത് വെച്ച് എനിക്ക് ഭാഗവത ധർമ്മത്തെയും ഭഗവാൻ ഉപദേശിച്ചു. അതുകൊണ്ട്
അത് കേട്ടപ്പോൾ വിതുര മഹർഷിന് വലിയ ആഗ്രഹമായി ആ ഭാഗവത അമൃതത്തെ, ആ ഭാഗവത മകരന്ദത്തെ, അതിന്റെ മാധുര്യത്തെ അനുഭവിക്കാൻ, ആസ്വദിക്കാൻ എനിക്ക് കൂടി അവസരം തരണേ, എനിക്ക് കൂടി പറഞ്ഞു തരണേ, എനിക്കതിന് യോഗ്യതയുണ്ടെങ്കിൽ. ഉദ്ധവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങക്കല്ലാതെ പിന്നെ അതിന് ആർക്കാ യോഗ്യത? അങ്ങേപോലെ ഭഗവത് ഭക്തന്മാര് അതിവിരളമാണ് എന്നിരിക്കെ ഇത് ഞാൻ അങ്ങേക്ക് തരേണ്ടതാണ്. പക്ഷേ അത് തരാൻ ഭഗവാൻ തന്നെ മറ്റൊരാളെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അന്ന് എന്നോടൊപ്പം ഭാഗവത ധർമ്മങ്ങളെ സ്വീകരിക്കാൻ ഭാഗ്യം നേടിയ മൈത്രേയ മഹർഷി, മിത്രാമുനിയുടെ പുത്രനായ മൈത്രേയൻ അങ്ങക്ക് അത് പറഞ്ഞു തരും. അത് ഭഗവാന്റെ സങ്കല്പമാണ്. മൈത്രേയ മഹർഷിയുടെ അടുത്ത് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്റെ പ്രിയ ഭക്തനായ വിതുര മഹാശയന് ഇത് ഉപദേശിക്കണം എന്ന്. അപ്പൊ ശ്രീമദ് ഭാഗവത ഉപദേശം മൈത്രേയനിൽ നിന്ന് സ്വീകരിച്ചോളൂ എന്ന് പറഞ്ഞ് ഉദ്ധവൻ പറഞ്ഞു, ഞാനിതാ ബദരിയാശ്രമത്തിലേക്ക് പോവാണ്. യക്ഷോദ്ധവ, ഭഗവാൻ പറഞ്ഞു എന്നോട് ബദരിയാശ്രമത്തിലേക്ക് പോവാൻ. അങ്ങ് മൈത്രേയ മഹർഷിയെ കാണാൻ ഹരിദ്വാറിലേക്ക് പൊക്കോളൂ. അങ്ങനെ ഭഗവാന്റെ പാദുകങ്ങൾ ശിരസിലും ഭഗവാന്റെ പാദങ്ങൾ മനസ്സിലും നാമങ്ങൾ നാവിലും ധരിച്ചും കൊണ്ട് ഭഗവത് സ്മരണയുടെ കണ്ണീർത്തുള്ളികൾ ഒലിപ്പിച്ചും കൊണ്ട് ഉദ്ധവൻ മെല്ലെ മെല്ലെ അവിടുന്ന് യാത്രയാകും. മൈത്രേയ മഹർഷിയെ കാണാൻ ഹരിദ്വാറിലേക്ക് യാത്രയാവുകയാണ് വിതുര മഹാശയൻ. അങ്ങനെ വിതുര മഹാശയൻ ഹരിദ്വാറിൽ എത്തിച്ചു. അവിടെ മൈത്രേയ മഹർഷിയുടെ പാതാരവിന്ദങ്ങളിൽ വീണ് നമസ്കരിച്ചു. എന്നിട്ട് ചോദിക്കുകയാണ് വിതുര മഹാശയൻ, എല്ലാവരും സന്തോഷം അല്ലെങ്കിൽ സുഖമുണ്ടാവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. സുഖായ കർമാണി കരോതി ലോകോ തൈ സുഖം വാന്യതുപാരമം വാ വിദ്യേത ഭൂയസ്തവ ഏവ ദുഃഖം യതത്രയുക്തം ഭഗവാൻ വദേ. ഇതുകൊണ്ടാണ് ആളുകൾ സുഖത്തിന് വേണ്ടി ആഗ്രഹിച്ചിട്ട് അവർക്കത് കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, അവർ ആഗ്രഹിക്കാത്ത ദുഃഖം ഉണ്ടാവും. അതിന് കാരണം ഞാൻ മനസ്സിലാക്കുന്നത്, നിത്യാനന്ദത്തെ നൽകുന്ന ആ ഭഗവത് കഥകൾ അവർക്ക് താല്പര്യമില്ലാതെയാവും. അവർ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ലാഭം എന്ന് വിചാരിക്കുന്നത് ആഹാര നിഹാര നിദ്രാമൈഥുനങ്ങളാണ് എന്ന് കരുതുന്നത് കൊണ്ടാണ് ഈ ചതുഷ്ടയങ്ങൾക്ക് വേണ്ടി ജീവിതം തുലയ്ക്കുന്നു. അതുകൊണ്ടാണ് അവർക്ക് ശ്രീകൃഷ്ണ ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കാത്തത്. അപ്പോ എല്ലാ ദുഃഖങ്ങളെയും ഇല്ലാതെയാക്കുന്ന, ദുഃഖങ്ങൾക്ക് ഔഷധമായിരിക്കുന്ന, ഭേഷജമായിരിക്കുന്ന ശ്രീമദ് ഭാഗവതത്തെ അടിയന് ഉപദേശിച്ചു തരണേ. ലോകക്ഷേമത്തിനായി മൈത്രേയ മഹർഷി പറഞ്ഞു, വിതുര, അങ്ങക്കല്ലാതെ ഞാനിത് ആർക്കാ ഉപദേശിച്ചു തരിക? പ്രത്യേകിച്ചും ഭഗവാൻ എന്നോട് നിർദ്ദേശിക്കുകയോട് ചെയ്തു അങ്ങക്ക് ഇത് ഉപദേശിച്ചു തരണം. അങ്ങ് സാക്ഷാൽ ധർമ്മദേവന്റെ പുത്രനാണ്. അങ്ങയിൽ ഇത്രയും ഭാഗവത ആസക്തിയും ഭഗവത് ഭക്തിയും ഉണ്ടാവുന്നതിൽ അത്ഭുതമില്ല. പണ്ടൊരിക്കൽ അങ്ങ് ഒരു മഹർഷിയെ, മാണ്ഡവ്യമുനിയെ അങ്ങ് ശിക്ഷിച്ചു എന്നുള്ളത് കൊണ്ടാണ് അങ്ങക്ക് ദാസീപുത്രമായിട്ട് ജനിക്കേണ്ടി വന്നത്. എന്നാൽ അങ്ങ് ജനിച്ചതോ വ്യാസപുത്രനായിട്ട്. ഒരു ദാസിയിൽ വ്യാസൻ പുത്രോത്പാദനം ചെയ്തു തൻ്റെ അമ്മയായ സത്യവതിയുടെ നിർദ്ദേശപ്രകാരം. രാജകുമാരിമാരിൽ അല്ലെങ്കിൽ രാജപത്നിമാരിൽ അംബികയിലും അംബാലികയിലും പുത്രോത്പാദനം ചെയ്തതുപോലെ തന്നെ അവിടെയുള്ള ദാസിപ്പെണ്ണിലും പുത്രോത്പാദനം ചെയ്തു. അംബികയിലുണ്ടായ കുഞ്ഞ് അന്ധനായി മാറി. കാരണം എന്താ? അംബിക വേദവ്യാസന്റെ സ്വരൂപം കണ്ടപ്പോ കണ്ണുകളൊക്കെ അടച്ചു. അതുകൊണ്ട് ഉണ്ടായ കുഞ്ഞ് അന്ധനായി മാറി. രണ്ടാമത്തെ ആൾ അംബാലികയാവട്ടെ വേദവ്യാസനെ കണ്ടപ്പോ വിളവ് വെളുത്തുപോയി എന്നാണ്. അതുകൊണ്ടുണ്ടായ കുഞ്ഞ് പാണ്ഡുരോഗം പിടിപെട്ട് പാണ്ഡു എന്ന പേരിൽ അറിയപ്പെട്ടു. എന്നാൽ ഈ ദാസി വളരെ സ്നേഹപൂർവ്വം ആദരപൂർവ്വം വേദവ്യാസനെ സ്വീകരിച്ചു. അതുകൊണ്ടുണ്ടായ പുത്രൻ അത് ധർമ്മദേവന്റെ അവതാരമാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങയിൽ ഈ ശ്രീകൃഷ്ണ ഭക്തിയും ഭാഗവതത്തിലുള്ള ആസക്തിയും ഒക്കെ അത്ഭുതമല്ല, ഞാൻ പറയാമെന്ന് പറഞ്ഞ് ആ ലോകത്തിന്റെ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയെ കുറിച്ച് ആദ്യം പറയാണ്. സർഗം എന്നുള്ളത് ഭഗവത് സൃഷ്ടിയാണ്. സർഗവും സ്വർഗവും ഉണ്ട് അല്ലെ? സർഗം എന്ന് പറഞ്ഞാൽ സൃഷ്ടി. അതിൽ ബ്രഹ്മസൃഷ്ടിയാണ് അടുത്ത സ്കന്ധത്തിൽ നമ്മൾ കാണുന്ന വിസർഗം എന്നുള്ളത്. ഭഗവത് സൃഷ്ടിയാണ് സർഗം. ഇപ്പൊ ഭഗവാൻ പ്രകൃതി, മഹത്തത്വം, അഹങ്കാരം തുടങ്ങിയ തത്വങ്ങളൊക്കെ ഭഗവാന്റെ ഇച്ഛ കൊണ്ടുണ്ടായി എന്നും
ബ്രഹ്മാണ്ടത്തെ സൃഷ്ടിക്കാൻ അവർക്ക് സാധിക്കാതെ വന്നപ്പോൾ അവർ ഭഗവാനെ സ്തുതിച്ചുവെന്നും അവരിലേക്ക് ഭഗവാന്റെ ശക്തി ചേർന്നതോടുകൂടി ഈ ബ്രഹ്മാണ്ടമുണ്ടായി. അത് തന്നെയാണ് വിരാട് പുരുഷൻ, 14 ലോകങ്ങളിൽ നിറഞ്ഞ ഭഗവാന്റെ സ്വരൂപം. അപ്പൊ ഇവിടെ ചോദിച്ചു, നിത്യാനന്ദനാണ് അല്ലെങ്കിൽ എന്നും ആനന്ദത്തെ മാത്രം നൽകുന്ന ഈശ്വരൻ എന്തിനാണ് സൃഷ്ടിക്ക് പുറപ്പെട്ടത്? സൃഷ്ടിയാദി കർമ്മം ചെയ്യുന്ന ഈശ്വരന്റെ തന്നെ സ്വരൂപമാണ് നമ്മളെങ്കിൽ എന്തുകൊണ്ടാണ് ഈശ്വരന് ബന്ധമില്ലാത്തതും നമുക്ക് പലതരത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടാവുന്നത്? വിതുരൻ ചോദിച്ചപ്പോ മൈത്രേയ മഹർഷി പറഞ്ഞു, ജീവനെ ബന്ധിക്കുന്ന ഭഗവാന്റെ ആ ശക്തിയാണ് മായ എന്ന് പറയുന്നത്. ഇതിനൊരു ഉദാഹരണം പറയുന്നത് ആകാശചന്ദ്രനും ജലചന്ദ്രനും. ആകാശത്തിലെ ചന്ദ്രൻ താഴെയുള്ള ജലത്തിൽ പ്രതിഫലിക്കുന്നു, താഴെയും ഒരു ചന്ദ്രനെ നമ്മൾ കാണും. ഇതിനിടയിൽ ഈ വെള്ളത്തിലേക്ക് ആരെങ്കിലും ഒരു കല്ലെടുത്തിട്ടാലോ വെള്ളം ഇളകുന്നു, ചന്ദ്രൻ ഇളകുന്നതായിട്ട് നമുക്ക് തോന്നുന്നു. കുട്ടിക്കാലത്തൊക്കെ നമ്മൾ അങ്ങനെയാണ് വിചാരിക്കുക, ചന്ദ്രൻ ഇളകുന്നുണ്ട്. നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ ചന്ദ്രൻ പിന്നാലെ വരുന്നുണ്ട്. നമ്മൾ കാറിൽ പോകുമ്പോൾ മരങ്ങളൊക്കെ പുറകിലേക്ക് ഓടിപ്പോകുന്നുണ്ട് എന്നൊക്കെ നമുക്ക് തോന്നും. അതെപ്പോഴാണ്? അതൊരു തരം ഭ്രാന്തിയാണ്, നമുക്ക് അറിവില്ലായ്മ കൊണ്ടുണ്ടാവുന്ന ഒരു അവസ്ഥയാണിത്. സത്യത്തിൽ എന്താണ്? ഉപാധിയുടെ ധർമ്മം ഉപഹിതത്തിൽ കാണുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഇതേപോലെ അപ്പോ ജനനാദികളാകുന്ന ഭാവങ്ങൾ ശരീരത്തിൻ്റെയാണെന്നും ശരീരമാണ് താൻ എന്ന് അഭിമാനിക്കുമ്പോൾ അതൊക്കെ തൻ്റെയാണ് എന്നും തോന്നുന്നു. സത്യത്തിൽ ശരീരം വേറെ, താൻ വേറെ. നമ്മളൊക്കെ എൻ്റെ ശരീരം എന്നാണ് പറയുക, അല്ലേ? ആ ശരീരമാണ് ഞാൻ എന്ന് വിശ്വസിക്കുമ്പോഴും ഉപബോധ മനസ്സിൽ നമ്മൾ പറയുന്നത് ഇത് എൻ്റെ ശരീരം, എൻ്റെ കയ്യ്, എൻ്റെ കാല്, അപ്പൊ ഞാനല്ല ഇത് എന്ന് വരും. അത് എൻ്റേതാണ് എന്ന് വരും. ഇതേപോലെ ഈ തോന്നലിനെയാണ് മായ എന്ന് പറയുന്നത്. ഇതൊരു അജ്ഞാനമാണെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാം ഭഗവാനിലേക്ക് ലയിക്കുമ്പോൾ ഈ മായ നശിക്കുന്നു. അതുകൊണ്ട് അതിനുള്ള ഏറ്റവും എളുപ്പമായിട്ടുള്ള വഴിയാണ് ഭഗവാന്റെ കീർത്തനങ്ങൾ പാടുക, ഭഗവാന്റെ നാമം ജപിക്കുക, ഭഗവാന്റെ കഥകൾ കേൾക്കുക. അങ്ങനെ ആ ഭാഗവതം അവിടെ ഉപദേശിക്കാനായിട്ട് തോന്നും. 2 ഭാഗവത ആചാര്യ പരമ്പരകൾ ഇതിൽ കാണാൻ സാധിക്കും. 2ഉം വേദവ്യാസനിൽ വന്ന് സംഗമിക്കുകയും ചെയ്തു. ഒന്ന് ഭഗവാൻ ബ്രഹ്മാവിന് നമ്മൾ പറഞ്ഞ ഒരു വഴി ബ്രഹ്മാവിന് കൊടുക്കുന്നു, ബ്രഹ്മാവ് നാരദന്, നാരദൻ വേദവ്യാസന്. 2 സംഘർഷണമൂർത്തി സനൽകുമാരന്, സനൽകുമാരൻ സാന്ധ്യായനന്, സാന്ധ്യായനൻ പരാശരന്, പരാശരൻ വേദവ്യാസൻ. 2ഉം വേദവ്യാസ പരമ്പരയിലേക്ക് എത്തിച്ചേരുന്നു എന്ന് കാണാൻ സാധിക്കും. അതിൽ തന്നെ ഈ സാന്ധ്യായനന്റെ ശിഷ്യനാണ് ഇവിടെ ഈ കഥ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്ന മൈത്രേയൻ എന്നുള്ളത് പറഞ്ഞു. നേരത്തെ ദ്വിതീയസ്കന്ധത്തിൽ പറഞ്ഞതുപോലെ നാരായണമൂർത്തിയുടെ നാഭീകമലത്തിൽ നിന്നും നാഭീനദിനത്തിൽ നിന്നും ഉണ്ടായി നാൻമുഖനായ ബ്രഹ്മദേവൻ. ബ്രഹ്മദേവൻ തൻ്റെ കാരണം അന്വേഷിച്ച് താമരത്തണ്ടിലൂടെ കുറേ കാലം താഴേക്ക് പോയി. അങ്ങനെ കുറേ സഞ്ചരിച്ചപ്പോൾ അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി, തൻ്റെ ഉൽപ്പത്തിക്ക് കാരണം എന്താണ് എന്ന് തനിക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലായി. അത് തന്നെ ഒരു വലിയൊരു അറിവാണ്, അല്ലേ? തനിക്ക് അറിവില്ല എന്ന് അറിയുന്നത് തന്നെ വലിയ അറിവാണ്. അങ്ങനെ അറിഞ്ഞ അദ്ദേഹം തിരിച്ചു വന്നു. അപ്പോഴാണ് തപത്തവ എന്നൊരു ശബ്ദം, അതിൽ നിന്ന് അദ്ദേഹത്തിന് മനസ്സിലായി തപസ് ചെയ്യാൻ വേണ്ടത്. ഈ കാരണം കണ്ടെത്താൻ അവിടെ തപസ്സാണ് ഏറ്റവും നല്ലത്. അങ്ങനെ അദ്ദേഹം അവിടെ തപസ് ചെയ്തു. 5 വർഷം പത്മസംഭവൻ 10,000 വർഷം ദിവ്യമായ തപസ് ചെയ്തു. ആ ഭഗവാനെ തൻ്റെ ഹൃദയത്തിൽ തന്നെ കാണാൻ സാധിച്ചു. എവിടെയൊക്കെയോ അന്വേഷിച്ചാണ് നടന്നു, പക്ഷേ ഒടുവിൽ കണ്ടെത്തിയത് എവിടെയാ? തൻ്റെ ഹൃദയത്തിൽ തന്നെ കണ്ടെത്താൻ സാധിച്ചു എന്നാണ് നമ്മൾ കാലത്ത് പറഞ്ഞു, അല്ലേ? ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞു. ആ ഭഗവാനെ 1000 ഭണങ്ങളുള്ള അനന്തവെത്തയിൽ അനന്തമൂർത്തിയുടെ മുകളിൽ ആനന്ദമൂർത്തിയായി ദർശനം കൊടുത്തു. അതിഗംഭീരമായിട്ട് ബ്രഹ്മാവ് അവിടെ സ്തുതിച്ചു എന്ന് പറയുന്നു. അടിയനടക്കമുള്ള സകല ചരാചരങ്ങളുടെ കാരണമായി, അനേകം അവതാരങ്ങൾക്ക് കാരണമായ അവിടുത്തെ സ്വരൂപം കാണാൻ സാധിച്ചു. വലിയ ഭാഗ്യം. ഇത് അടിയന്റെ കഴിവല്ല, അവിടുത്തെ ഭക്തവാത്സല്യം മാത്രമാണ്.
അങ്ങനെ ഭക്തന്മാരുടെ ഹൃദയത്തിൽ ഒരിക്കലും വിട്ടുമാറാതെ ഹൃദയസ്ഥനായിരിക്കുന്ന ഭക്തന്മാരുടെ ഹൃദയത്തെ ശ്രീകോവിലാക്കുന്ന ഭഗവാനെ അവിടുന്ന് അടിയനെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഭഗവാൻ പറഞ്ഞു, അങ്ങക്ക് തപസ് ചെയ്യാൻ തോന്നിയതും തപസ് ചെയ്തതും ഈ തപസ്സിനൊടുവിൽ ഞാൻ പ്രത്യക്ഷപ്പെട്ടതും ഒക്കെ എൻ്റെ കാരുണ്യം അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. അങ്ങയുടെ തപസ് എനിക്ക് വളരെ ഇഷ്ടമായി. തപസ് എൻ്റെ രൂപം തന്നെയാണ്. എന്നെ സേവിക്കണമെന്ന് തോന്നുന്നത് തന്നെ എൻ്റെ അനുഗ്രഹമാണ്. അല്ലേ, നമുക്ക് ഭഗവാനെ ഭജിക്കണം എന്നൊരു തോന്നൽ, നാമം ജപിക്കണം എന്ന് തോന്നുന്നത് തന്നെ ഭഗവാന്റെ അനുഗ്രഹമാണ്. അപ്പൊ പറഞ്ഞു, എല്ലാം എന്നിൽ സമർപ്പിച്ച് എൻ്റെ പ്രീതിക്കായിട്ട് സൃഷ്ടി ചെയ്യാം. എല്ലാത്തിലും എന്നെ കണ്ടുകൊണ്ട് എല്ലാം എന്നിൽ സമർപ്പിച്ചുകൊണ്ട് കർമ്മം ചെയ്യാം. അപ്പോൾ അഹന്തയും മമതയും ഉണ്ടാവില്ല. താനാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നും ഇതൊക്കെ തൻ്റേതാണെന്നുള്ള തോന്നൽ, അതാണ് അഹന്തയ്ക്കും മമതയ്ക്കും കാരണം. കർമ്മം അങ്ങേ ബന്ധിക്കുകയില്ല എന്ന് പറഞ്ഞ ഭഗവാൻ അവിടുന്ന് അന്തർധാനം ചെയ്തു എന്ന് പറയുന്നു. ബ്രഹ്മാവ് പിന്നെ വളരെ കാലം തപസ് ചെയ്തു. തപോബലം കൊണ്ട് താൻ ഇരിക്കുന്ന ആ വെള്ളത്തെയും ഇരുട്ടിനെയും പാനം ചെയ്തു. തൻ്റെ ആ താമരപ്പൂവിനെ തന്നെ 14 ലോകങ്ങളായി സങ്കല്പിച്ചുകൊണ്ട് ജീവന്റെ പ്രാരബ്ധത്തിനനുസരിച്ച് ഭഗവാന്റെ സങ്കല്പം അനുസരിച്ച് 10 തരത്തിൽ സൃഷ്ടി നടത്തി. അതാണ് ദശസർഗം എന്ന് പറയുന്നത്. അപ്പൊ ഭൂതങ്ങൾ, ഇന്ദ്രിയങ്ങൾ, അഹങ്കാരം, മഹത്വത്വം, ദേവന്മാര്, ഇങ്ങനെ 10 തരത്തിലുള്ള സൃഷ്ടിയെ കുറിച്ച് അവിടെ പറഞ്ഞു. പിന്നീട് കാലത്തെ കുറിച്ച് പറഞ്ഞു. മൈത്രേയ മഹർഷി പറയുകയാണ്, ഏറ്റവും ചെറിയ കാലത്തിന്റെ അംശത്തിന് പരമാണു എന്ന് പേര്. അനേകം പരമാണുക്കൾ കൂടിയാൽ അണു ആയിട്ട് തീരുന്നു. അനേകം ആ പരമാണുക്കൾ ചേർന്ന് നിമിഷമാകുന്നു. നിമിഷങ്ങൾ ചേരുമ്പോൾ നാഴികയാവുന്നു. 60 നാഴികയാണ് ഒരു ദിവസം. അപ്പൊ 2.5 നാഴികയാണ് ഒരു മണിക്കൂർ എന്ന് നമുക്ക് മനസ്സിലാവുന്നു. 15 ദിവസമാണ് ഒരു പക്ഷം. 2 പക്ഷം, വെളുത്ത പക്ഷവും കറുത്ത പക്ഷവും ചേരുമ്പോൾ ഒരു മാസം. 12 മാസം ഒരു വർഷം. മനുഷ്യന്റെ ആ ഒരു കൊല്ലം എന്നുള്ളത് ദേവന്മാരുടെ ആ ഒരു മനുഷ്യന്റെ ആയുസ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു. ദേവന്മാരുടെ ആയുമാനം മനുഷ്യന്റെ ഒരു മാസം, പിതൃദേവന്മാർക്ക് ഒരു ദിവസവും, മനുഷ്യരുടെ ഒരു കൊല്ലം ദേവന്മാർക്ക് ഒരു ദിവസവുമാണ് എന്ന് പറഞ്ഞു. 12 ദിവ്യ സംവത്സരമാണ് ചതുർയുഗം. അതിൽ കൃതയുഗം 4800 ദിവ്യ സംവത്സരങ്ങൾ. പിന്നീട് 1200 കുറഞ്ഞ് 3600, 2400, 1200. കലിയുഗം 1200 ദിവ്യ സംവത്സരങ്ങളാണ്. ഇതിൽ 1000 ദിവ്യ സംവത്സരം, പിന്നെ അപ്പുറത്തും ഇപ്പുറത്തും 100 സംവത്സരങ്ങൾ വീതം. അതിൻ്റെ ആ പ്രളയസന്ധ്യ എന്നൊക്കെയാണ് അതിന് പറയുന്നത്. യുഗസന്ധ്യ എന്നൊക്കെ പറയും. എന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ 1000 ചതുർയുഗങ്ങൾ ബ്രഹ്മാവിന് ഒരു പകലാണ് എന്ന് പറഞ്ഞു. ഇപ്പോഴത്തെ ബ്രഹ്മാവിന് പത്മജ ബ്രഹ്മാവ് എന്നാണ് പേര്. 50 വയസ്സ് കഴിഞ്ഞു. 51ാമത്തെ ആരംഭിക്കുന്നു. ആദ്യത്തെ പകലിൽ 28ാമത്തെ ചതുർയുഗത്തിലെ കലിയുഗമാണ് ഇത്. ഇതൊരു കണക്ക് പറഞ്ഞു മാത്രമേ ഉള്ളൂ. ഇത് പഠിച്ചിട്ട് വലിയ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അപ്പോ എന്നിട്ട് പറഞ്ഞു, ഇതിൽ നിന്ന് എന്താ മനസ്സിലാവുന്നത്? ബ്രഹ്മാവ് മുതൽ പുൽക്കൊടി വരെ നാശമുള്ളതാണ് എന്ന് കാണിക്കുകയാണ്. നാശമില്ലാത്തത് ഭഗവാൻ മാത്രമേ ഉള്ളൂ. പിന്നെ ബ്രഹ്മാവ് മോഹം, മഹാമോഹം, താമിശ്രം, അന്ധതാമിശ്രം, തമസ് തുടങ്ങിയ ജ്ഞാനവൃത്തികളെയൊക്കെ സൃഷ്ടിച്ചു. ബ്രഹ്മദേവന് അത് കണ്ടു മടുത്തു. അജ്ഞാനം കണ്ടു കഴിഞ്ഞാൽ മടുക്കും, ഇല്ലേ? അങ്ങനെ അദ്ദേഹം തൻ്റെ മനസ്സിൽ നിന്ന് ജ്ഞാനസ്വരൂപികളായിട്ട് 4 പേരെ സൃഷ്ടിച്ചു. ഇതാണ് സനകാദി യോഗീശ്വരന്മാർ. സനകൻ, സനന്ദൻ, സനാതനൻ, സനൽകുമാരൻ. അവര് ഊർധ്വരേതസ്സുകളാണെന്ന് പറയാം. മനുഷ്യൻ അധോരേതസ്സാണ്, ഇവർ ഊർധ്വരേതസ്സാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഭൗതികമായ വിഷയങ്ങളിലൊന്നും താല്പര്യമില്ല. അവർ ഭഗവാനെ ഭജിക്കുന്നതിൽ മാത്രം താല്പര്യമുള്ളവര്. ബ്രഹ്മാവ് പറഞ്ഞു, സൃഷ്ടിക്ക് എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ലെവലേഷൻ താല്പര്യം ഉണ്ടാകില്ല. അച്ഛൻ്റെ വാക്ക് ധിക്കരിച്ച് അവർ കടന്നുപോയി. അച്ഛൻ്റെ വാക്ക് ധിക്കരിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? ഭഗവത് ഭജനത്തിനാണ്. അതുകൊണ്ട് അച്ഛൻ്റെ വാക്കിനെ തള്ളിപ്പറഞ്ഞാലും ദോഷമില്ല എന്നാണ്. ഏതായാലും ബ്രഹ്മാവിന് ദേഷ്യം വന്നു. ബ്രഹ്മാവിന് ആ ദേഷ്യം, നമ്മൾ ദേഷ്യം വരുമ്പോൾ നമ്മൾ കാണിക്കാറുണ്ട്. ചിത്രമൊക്കെ വരയ്ക്കുമ്പോൾ പുരിക അങ്ങനെ വളഞ്ഞു നിൽക്കും. അപ്പം അതിൻ്റെ ഉള്ളിൽ കൂടെ ദേഷ്യം പുറത്തേക്ക് വരണതാവാം. അതുകൊണ്ട് ഒരു സാധനം സ്ഥലമില്ലാത്ത സ്ഥലത്ത് കൂടെ പുറത്തേക്ക് വന്നാൽ എന്തുണ്ടാവും? അപ്പം മറ്റു ഭാഗം വളയും.
ഇവിടെയും അത് ബ്രഹ്മാവിന് ദേഷ്യം വന്നു. ഭ്രൂമധ്യത്തിൽ നിന്ന് ഒരു സ്വരൂപം പുറത്തേക്ക് ചാടി എന്ന് പറയുന്നു. രുദതി ഇതി രുദ്ര. കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് വന്ന ആ സ്വരൂപത്തെ രുദ്രൻ എന്ന് വിളിച്ചു. സദ്യോജായതന്മന്യു. അദ്ദേഹത്തിന്റെ ആ മന്യു ദേഷ്യത്തിൽ നിന്നും കുമാരോ നീലലോഹിത. ഒരു കുമാരനുണ്ടായി, നീലലോഹിതൻ എന്ന് പേര്. അപ്പൊ പറഞ്ഞു, നാമാനി ഗുരുമേ ധാത സ്ഥാനാനിച്ച ജഗദ്ഗുരു. എനിക്ക് നാമങ്ങളും സ്ഥാനങ്ങളും കൽപ്പിച്ചു തരൂ എന്ന് പറഞ്ഞപ്പോ യദരോദി സുരശ്രേഷ്ഠാസ്വേക ഇവ ബാലക തതസ്ത്വാമഭിധാസ്യന്തി നാംന രുദ്ര ഇതി പ്രജ. യദരോദി, എന്തുകൊണ്ടാണ് കരഞ്ഞതുകൊണ്ട് രുദ്രൻ എന്ന് വിളിച്ചു. എന്നിട്ടോ ഹൃദിന്ദ്രിയാണ്യസുർവ്യോമ വായുരഗ്നിർജലം മഹി സൂര്യശ്ചന്ദ്രതപശ്ചൈവ സ്ഥാനാന്യഗ്രേ കൃതാനിമേ. ഹൃദയം, ഇന്ദ്രിയങ്ങള്, പ്രാണൻ, അതേപോലെ ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി, സൂര്യൻ, ചന്ദ്രൻ, തപസ്, ഇങ്ങനെ 11 സ്ഥാനങ്ങൾ കൊടുത്തു. പിന്നെ മഞ്ഞുർ മനുർ മഹിനസോ മഹാൻ ശിവഋതധ്വജ ഉഗ്രരേതവ ഭവകാലോ വാമദേവോ ധൃതവ്രത. ഇവരാണ് ഏകാദശ രുദ്രന്മാർ, 11 രുദ്രന്മാര്. ഇവർക്കൊക്കെ ഓരോ സ്ത്രീകളെയും നൽകി. ധീർവൃത്തി ഋഷണോമാച നീർസർപ്പിരിളാംബിക ഇരാവതി സുധാ ദീക്ഷ രുദ്രാണ്യോ രുദ്ര തേ സ്ത്രീയ. എന്നിട്ട് ഈ 11 പത്നിമാരെയും തരുന്നു എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇനി സൃഷ്ടി ചെയ്യാനായിട്ട് പറഞ്ഞു. അങ്ങനെ സൃഷ്ടി ചെയ്തതാണ് ഭൂതപ്രേത പിശാചുക്കൾ. ബ്രഹ്മാവിന് തന്നെ പേടിയായി. ബ്രഹ്മാവ് പറഞ്ഞു, ഇനി സൃഷ്ടി വേണ്ട, ഒരു കാര്യം ചെയ്യൂ, തപസ് ചെയ്യൂ എന്ന് പറഞ്ഞു. അങ്ങനെ രുദ്രൻ തപസ് ചെയ്ത് മഹാദേവനായി മാറി എന്നും പറയുന്നു. പിന്നീട് ബ്രഹ്മാവ് സൃഷ്ടി നടത്തി. മരീചി തുടങ്ങിയ പ്രജാപതിമാരെ സൃഷ്ടിച്ചു. സരസ്വതി ദേവി വേദം, വേദാംഗം, ഇതിഹാസം, ശാസ്ത്രം, പുരാണം ഇതൊക്കെ സൃഷ്ടിച്ചു. സ്വയംഭൂമനുവിനെയും ശതരൂപയെയും സൃഷ്ടിച്ചു. മനുഷ്യന്റെ ആദ്യ ആളുകളാണ് ആ സ്ത്രീയും പുരുഷനും. ശതരൂപ, അതേപോലെ മനു. അങ്ങനെ അവർക്ക് ശതരൂപയിൽ ആ മനുവിന് പ്രിയപ്രദൻ ഉത്താനപാദൻ എന്നിങ്ങനെ 2 പുത്രന്മാരും ആകൂതി, ദേവഹൂതി, പ്രസൂതി എന്നിങ്ങനെ 3 പുത്രിമാരും ഉണ്ടായി എന്ന് പറയും. അതിൽ ആകൂതിയെ രുചി പ്രജാപതി വിവാഹം ചെയ്തു. ദേവഹൂതിയെ കർദമ പ്രജാപതി, പ്രസൂതിയെ ദക്ഷ പ്രജാപതി. അവരിൽ നിന്നുണ്ടായ സന്താനങ്ങളെ കൊണ്ട് ഈ ലോകം നിറഞ്ഞു എന്ന് പറഞ്ഞ് അവിടെ നിർത്തി. അപ്പോഴാണ് മനുവിന്റെ വംശം വിസ്തരിച്ചു കേൾക്കണം എന്ന് വിതുരൻ ആഗ്രഹം അറിയിക്കണം. അതേ തുടർന്ന് മൈത്രേയ മഹർഷി മറുപടി പറയുകയാണ്. ആ രംഗത്തിലാണ് ഭഗവാന്റെ വരാഹമൂർത്തിയായിട്ടുള്ള അവതാരം നമുക്ക് കേൾക്കാൻ സാധിക്കുക. ഇപ്പോൾ നമുക്ക് നിർത്താം. 15 മിനിറ്റിന് ശേഷം വീണ്ടും പാരായണം ആരംഭിക്കും.